നമസ്കാരം. 2025 മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 21-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 14-ാം തീയതിയാണ് ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:28 ഞായറാഴ്ചത്തെ ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ്. സപ്തമി തിഥി ഞായറാഴ്ച ദിവസം രാവിലെ 7:21 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് അഷ്ടമി തിഥിയാണ് പകൽ മുഴുവനും ഉണ്ടായിരിക്കുക. ഞായറാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ആയില്യം നക്ഷത്രം ആരംഭിക്കുകയാണ്. ആയില്യം നക്ഷത്രമാണ് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:55 മുതൽ തിങ്കളാഴ്ച സൂര്യോദയ സമയം വരെ ഉള്ളതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ അധ്യായത്തിൽ കൂടി 2 നക്ഷത്രങ്ങൾ പ്രകാരമുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഞായറാഴ്ച ഉച്ചവരെ പൂയ നക്ഷത്രം സ്വാധീനിക്കുന്നു. അപ്രകാരം പൂയ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. പൂയ നക്ഷത്രപ്രകാരം ഉത്രട്ടാതി, രേവതി, മകീരം, കാർത്തിക, വിശാഖം, അനിഴം, പുണർതം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:55 വരെ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 വരെ പൂയ നക്ഷത്രപ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മൂലം, പൂരാടം, ഉത്രാടം, കാല്, തിരുവാതിര, രോഹിണി, ഭരണി ഇത്രയും നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 മുതൽ ആയില്യം നക്ഷത്രമാണ് ആരംഭിക്കുക. ആയില്യം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 മുതൽ. തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 മുതൽ ആയില്യ നക്ഷത്രപ്രകാരം പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അതേതൊക്കെ നാളുകാരാണെന്ന് പറഞ്ഞുതരാം. പൂരാടം, പുണർതം, മകയിരം, കാർത്തിക, മൂലം, ഉത്രാടം, കാല് ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 12:55 മുതൽ തിങ്കളാഴ്ച ദിവസം സൂര്യോദയ സമയം വരെയും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്, സമയമാണെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും, പോയി ചാടരുത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6:09 മുതൽ 9:09 വരെ ശുഭസമയമാണ്. പിന്നീട് 10:39 മുതൽ ഉച്ചകഴിഞ്ഞ് 3:09 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 4 ഏതൊരു മാസത്തെയും 4, 13, 21, 22 ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എന്നും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ അടുത്ത വിഷയം ധനനേട്ടത്തെക്കുറിച്ചാണ്. അതായത് 2 നക്ഷത്രം ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 വരെ പൂയ നക്ഷത്രവും 12:55 കഴിഞ്ഞാൽ ആയില്യ നക്ഷത്രവുമാണ് വന്നു ചേരുക. അപ്പോൾ ഈ ഏതൊക്കെ നാളുകാർക്കാണ് 12:55 വരെ, അതായത് ഉച്ചയ്ക്ക് 12:55 വരെ ധനനേട്ടം ഉണ്ടാകുന്നത്? പൂയ നക്ഷത്രപ്രകാരം ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാർ പുണർതം, ചിത്തിര, പൂരം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:55 വരെ പൂയ നക്ഷത്രപ്രകാരം ധനനേട്ടം പ്രതീക്ഷിക്കാം. ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:55 മുതൽ ആയില്യ നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ ആയില്യ നക്ഷത്രപ്രകാരം ധനനേട്ടം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. പൂയം, ചോതി, ഉത്രം, ഉത്രാടം, കേട്ട, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം ഇത്രയും നാളുകാർക്ക്
ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:55 മുതൽ ധനപരമായ നേട്ടം, ധനം കൊടുത്തു വാങ്ങൽ അനുകൂലമായ സമയം, ധനനേട്ടമൊക്കെ ഉണ്ടാകുന്നു. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:55 മുതൽ തിങ്കളാഴ്ച സൂര്യോദയം വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ലോട്ടറി ഭാഗ്യം ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്കുണ്ട്. അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്കുണ്ട്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കുറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം. മേടക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതല്ല എങ്കിലും സൂര്യൻ അതിൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലാണ് നിൽക്കുന്നത്. ഉച്ച അവസ്ഥയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആ ക്ഷേത്രം മാറുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബലം വെച്ച് നോക്കുമ്പോൾ ചന്ദ്രനാണ് ബലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യൻ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും മേടക്കുറുകാർക്ക് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാലും മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യം. കുടുംബസുഖവും ധനപരമായ നേട്ടവുമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. എങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ള. 12-ലെ ശനിയുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും 12-ലെ രാഹുവിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്കുണ്ടെങ്കിൽ പോലും തരക്കേടില്ലാതെ പോകുവാൻ പറ്റുന്ന, തരക്കേടില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഞായറാഴ്ച ദിവസം ഉണ്ടാകുക. ചിലരൊക്കെ നീചമായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടും, നീചബന്ധത്തിലകപ്പെടും, ആപത്തനർത്ഥങ്ങൾ ഉണ്ടാകും. മക്കളെ കൊണ്ടുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ചിലരിലുണ്ടാകും. എന്നാൽ പൊതുവേ മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതും മനസ്സിലാക്കുക. കാരണം ജന്മത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് മേടൻ രാശി ആയതുകൊണ്ടാണ് ഏറെക്കുറെ ഒരു നേട്ടം ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം ജന്മത്തിൽ ഈ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുന്നത് നല്ലതല്ലെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞായറാഴ്ച ദിവസം സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. ഓരോരുത്തർക്കും ഒരു പൊതുവായിട്ട് പറയാൻ പറ്റത്തില്ല, വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഞായറാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യത. ചിലരൊക്കെ നീചമായ കൂട്ടുകെട്ടിലാകപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച് ചിലർ മദ്യപാനത്തിലൊക്കെ ആകപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വെറുക്കൂത്തിലോ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിലൊക്കെ ആകപ്പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അതാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യം. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള പരാജയവും ധനഹാനിയും പുത്രദുഃഖവും പിതാവിനോട് ശത്രുതയും ഒക്കെ വന്നു ചേർന്ന് അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുമെന്നുള്ളതാണ്. പിതാവ് മുഖേനയുള്ള പ്രശ്നങ്ങളുണ്ടാകും. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടാകും. ഞായറാഴ്ച ദിവസവും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ തൊഴിലിടങ്ങളിൽ പരാതികളും മേലധികാരികൾ കംപ്ലയിൻ്റൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുമായിട്ട് ഇഷ്ടക്കേടിനൊക്കെ സാധ്യതയുണ്ട്. പിതാവുമായിട്ടും ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ, ധനനഷ്ടം ഉൾപ്പെടെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് ഇടവക്കുറുകാർ മനസ്സിലാക്കി ജീവിക്കുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. അവർക്ക് നേട്ടം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടം, അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടം, പിതാവിൽ നിന്നുള്ള നേട്ടം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭാവപൂർവമായ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകുന്ന സമയമാണിപ്പോൾ. അപ്പം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഇതിനെക്കുറിച്ച് വന്നു ചേരുന്നു. പ്രത്യേകിച്ച് പെൺമക്കൾ മുഖേനുള്ള സൗഭാഗ്യവും അവർക്കുണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിതൃസ്വത്തുവകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണെങ്കിലും അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ചില രോഗത്താൽ കഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും ഭാര്യ സുഖവും സൗഭാഗ്യമായ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് രോഗത്താൽ ഭാരപ്പെടുവാനോ ദാമ്പത്യ ജീവിതത്തിൽ ഒരു അകൽച്ച ഉണ്ടാകാനോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അകന്നു നിൽക്കാനോ അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. സത്യസന്ധതയോടുകൂടി കഴിവതും ജീവിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ അവർക്ക് നേട്ടമെന്ന് പറയുന്നത് പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും തൊഴിലിടങ്ങളിൽ നിന്ന് മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാസുഖം ഭർത്തൃസുഖം സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഉന്നതരാൽ ബഹുമാനിക്കപ്പെടാനിടയുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഭാര്യയും ഭർത്താവും അകന്നു കഴിയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഈ കർക്കിടകക്കുറ കടന്നു പോവുക. ഇനി ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സത്യസന്ധതയോടുകൂടി പെരുമാറുകയും ദൈവവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. ബന്ധുജന ഭാഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. പിതാവിനോട് ചിലപ്പോൾ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാലും പിതാവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ മാത്രമായിരിക്കും ജനിച്ച സമയത്ത് ഈ സൂര്യൻ ഏതെങ്കിലും ദോഷസ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനോ പ്രശ്നങ്ങൾക്കോ പോകുന്നത്. അല്ലാത്തവരൊക്കെ നല്ല രീതിയിൽ തന്നെ പിതാവിന് സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പോകും. എങ്കിലും സത്യസന്ധതയും ദൈവവിശ്വാസവും ഭാഗ്യാനുഭവങ്ങളും ബന്ധുജനഭാഗ്യങ്ങളും ഒക്കെ വർദ്ധിക്കുന്നൊരു ദിവസമാണെന്ന് ചിങ്ങക്കുറുകാർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് അപ്രകാരമുള്ള അനുഭവമാണ് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് 12ാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ടുള്ള ദുഃഖവും പ്രയാസവും ഒക്കെ അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിജയിക്കാതെ വരും. അത് മുഖേന കണക്കൂട്ടലും എല്ലാം തെറ്റിപ്പോകുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. തലവേദന ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും. അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് ഈ കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർ മനസ്സിലാക്കുക. അവരുടെ 12ാം ഭാവത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു ദൗർഭാഗ്യകരമായ ഒരു അനുഭവത്തെ കൊടുക്കുന്നു. പല കാര്യങ്ങളും പ്രതീക്ഷയോടുകൂടി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശയാണ് ഫലം. അങ്ങനെയൊക്കെയുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന തൊഴിൽ വിജയം ഉണ്ടാകണമെന്നില്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആണെന്നുള്ള മനസ്സിലാക്കിയെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തരക്കേടില്ലാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതും ഒരു പ്രത്യേക അങ്ങനെയൊക്കെയുള്ള അനുഭവം കൊണ്ടാണല്ലോ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് തലവേദനയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പോയാലും അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്ന സംവിധാനം ഒരുപക്ഷെ നല്ല രീതിയിൽ പോകും. അവിടെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും പോകുന്നത് എന്നുള്ളതും അങ്ങനെയാണൊക്കെ അനുഭവങ്ങൾ വരിക എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാര്യാഭർത്തൃ സുഖഹാനിയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. മനോദുഃഖം, മാനഹാനി, ധനനഷ്ടം, പാപപ്രവൃത്തി, കോപം, ദേഷ്യം. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടാകുവാൻ ഭാര്യാഭർത്തൃ ബന്ധം സുഖകരമാകണമെന്നില്ല, തൃപ്തികരമാണെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയം, ഇപ്പം ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമാണെങ്കിൽ പോലും അവർക്ക് രോഗത്താൽ ഭാര്യാഭർത്തൃ സുഖഹാനി ഇല്ലാതെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തുലാക്കൂരെ സംബന്ധിച്ച് വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും അതോടൊപ്പം നൽകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സ്ത്രീകൾ മുഖേനയുള്ള അപമാനവും അത് മുഖേന ധനനഷ്ടത്തിനും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി വൃശ്ചികക്കുറാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് ധനധാന്യ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ കാര്യവിജയവും ധനധാന്യ നേട്ടവും ഒക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. ബന്ധുസ്നേഹവും നല്ല കഴിവും സാമർഥ്യമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ശത്രുക്കളെ ജയിക്കുവാനും സൽപ്രവൃത്തികൾ ചെയ്യുവാനും ഒക്കെ ഉള്ളൊരു ശേഷിയും ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി ഈ നാളുകാർ ഞായറാഴ്ച ദിവസം കഴിഞ്ഞു പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാര്യാഭർത്തൃ ബന്ധം നല്ല രീതിയിൽ പോകുന്നു. ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നു. കാര്യവിജയം അവർക്കുണ്ടാകുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഈ വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ച് പറയുവാനുള്ളത്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ബുദ്ധിശക്തി കൂടുതലായിരിക്കാം, പക്ഷെങ്കിൽ അതനുസരിച്ചുള്ള ജീവിത വിജയം അവർക്കുണ്ടാകണമെന്നില്ല. ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകണമെന്നില്ല. ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. പുത്രദുഃഖം ചിലരിലൊക്കെ വന്നു ചേരാം. ചിലർക്ക് കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പോലും പറ്റാത്തൊരു ദിവസമായി മാറാം.
അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ശാരീരികമായും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ, മാതാവിന് കഷ്ടത പ്രയാസങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കുറുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും മകരക്കുറാണ്. മകരക്കുൾപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇക്കാര്യങ്ങളിലൊക്കെ പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ കൊണ്ടുപോകാനോ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പല കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ നടക്കത്തില്ല. സ്വപ്നം കണ്ട് ജീവിക്കും, പക്ഷെങ്കിൽ സ്വപ്നം കാണുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളത്. ഭാവനയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മെനഞ്ഞെടുക്കും, പക്ഷേ ഭാവന പോലെയൊന്നും നടക്കാത്തൊരു ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ കൂടാതെ ദാമ്പത്യ ജീവിതത്തിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലരൊക്കെ കലഹത്തിലും കേസിലും ഒക്കെ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതും ജീവിക്കുക. ഇനിയും കുംഭക്കുറാണ്. കുംഭക്കുൾപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ ഈ യാത്ര ചെയ്യുവാനോ സന്ദർശിക്കുവാനോ ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങളിലോ ഒക്കെ പോകുവാനും അവിടെയൊക്കെ ദർശനം നടത്തുവാനും ഒക്കെ കുടുംബമായിട്ട് പോകുവാനും അതിനുള്ള അനുകൂലമായ സാഹചര്യമാണ് അവർക്ക് ഞായറാഴ്ച ദിവസം വന്നു ചേരുക. നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ദാമ്പത്യ ജീവിതം, നല്ല കുടുംബജീവിതമൊക്കെ നയിച്ചു പോകാൻ കുംഭക്കുറുകാർക്ക് കഴിയുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കുംഭക്കുറ അതനുസരിച്ച് ജീവിക്കാം. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖമോ ധനപരമായ നേട്ടം ഒന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല. ഭാര്യയും മക്കളും ഭർത്താവും മക്കളും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പരസ്പരം കലഹിക്കുവാനും അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരാനും സാധ്യതയുള്ള ദിവസമാണ്. ചില കാര്യങ്ങളൊക്കെ ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രതിസന്ധികളൊക്കെ കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ സ്ഥിരജോലിയും സ്ഥിരവരുമാനവും അല്ലെങ്കിൽ ദശാകാലത്തിന് നേട്ടമുള്ളവർക്ക് ഒരുപക്ഷേ ഞാനീ പറഞ്ഞ നക്ഷത്രഫലം അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചാരവശാലുള്ള സ്ഥിതിപ്രകാരം പറഞ്ഞാൽ നല്ല ഒരു അനുഭവം ഉണ്ടാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമോ തൊഴിൽപരമായിട്ടുള്ള നേട്ടമോ ധനസ്ഥിതി ഒന്നും മെച്ചമാകണമെന്നില്ല. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യതയെന്നുള്ളത് മീനക്കുറുകാരും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രഫലമായി പറഞ്ഞു തന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.